അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏകനായ ഇലാഹിൻ്റെ സുന്ദരമായ സൃഷ്ടിയാകുന്ന ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത് ബുദ്ധിയെക്കൊണ്ടും അതുപോലെ വിവേകവും നൽകിയാണ്. എന്നാൽ ആ മനുഷ്യന് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സന്തോഷം അതുപോലെ സന്താപം എന്നീ രണ്ട് കടമ്പകൾ മറികടക്കേണ്ടതുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്നെ 2 തവണ ആവർത്തിച്ച് പറഞ്ഞ ഒരു അധ്യായം നമുക്ക് കാണാം. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഏതൊരു പ്രയാസത്തോടുകൂടെയും അതിനുശേഷം തുടർന്നു വരുന്നത് ഒരു എളുപ്പമാണ്. സന്തോഷം ഉണ്ടാവുകയും സന്താപം ഉടലെടുക്കുകയും ചെയ്യുന്നു. നേരെ തിരിച്ചും അങ്ങനെയാണ്. ഒരാൾക്ക് കടലാണെങ്കിൽ അവനക്ക് അല്ലാഹു സന്തോഷത്തിൻ്റെ ഉദ്യാനങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. എന്നാൽ നമ്മുടെ ഈ ദുനിയാവിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ അത് പ്രയാസമില്ലാതെ വളരെയധികം കാര്യങ്ങളിലൊക്കെ ഒരു സുറഅത്ത്, ഒരു പെട്ടെന്നാവൽ നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ അതിന് ഒരു പോം വഴി മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഉണർത്തിത്തരികയാണ്. ഒരാൾ 313 തവണ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ള ആ ദിക്ർ ഒരാൾ ഒരു എണ്ണം വെച്ചുകൊണ്ട്, ഉദാഹരണം 313 തവണ ഒരാൾ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ആ ദിക്ർ ചൊല്ലുകയാണ് എങ്കിൽ അവൻ്റെ എന്തുദ്ദേശിച്ച കാര്യമാണോ അതിലൊരു എളുപ്പം അള്ളാഹു നൽകുന്നതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്താവശ്യത്തിന് വേണ്ടിയാണോ അത് ചൊല്ലുന്നത് അത് വളരെ സഹിലായ രൂപത്തിൽ, എളുപ്പരൂപത്തിൽ നടക്കാൻ ഇത്തരത്തിലുള്ള ദിക്ർ നമുക്ക് ഉപകാരപ്രദമാണ്. മഹാന്മാർ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നിറഞ്ഞുള്ള ജീവിതം തന്നനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.